മഴത്തോരു മുൻപ് എന്ന പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കടപ്പാട്ടൂരിൽ നിന്നും കുളത്തുപുഴയിലുള്ള തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് അലീന എത്തിയിരിക്കുകയാണ്. രാത്രിയായതോടെ അലീനയ്ക്ക് തീർത്തും താൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. സ്റ്റാൻലി ജോസഫ് ഇതിനിടയിൽ അവളെ സമീപിച്ച് രണ്ടോ മൂന്നോ വാക്കുകൾ സംസാരിക്കുകയുണ്ടായി. അതിന് അർത്ഥമൊന്നുമില്ലായിരുന്നു. സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് പോലെ. നായ്ക്കൾ കൂട്ടിനുണ്ടായിരുന്നതിനാൽ ഇതുവരെ അവൾക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിരുന്നില്ല. അവൾ നടക്കുമ്പോൾ അവർ മുട്ടിയുരുമി നടക്കുകയും അവൾ നിൽക്കുമ്പോൾ അവൾ എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയും അവൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവളുടെ കാൽച്ചുവട്ടിൽ വന്നിരിക്കുകയും ചെയ്യുമായിരുന്നു അവ. എന്നാൽ 7 മണിയോടെ ആൻ്റപ്പൻ വന്ന് ആട്ടിൻ കുഞ്ഞുങ്ങളെ എന്ന പോലെ അവയെല്ലാം നായ്ക്കൂടുകളിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. അതിലൊരെണ്ണത്തിനെ മാത്രം കാണാനില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ വീണ്ടും വന്നു. അലീനയുടെ മുറിയിലേക്ക് കയറിയിട്ട് നായയെ പേര് ചൊല്ലി വിളിച്ചു. എന്നിട്ട് വീണ്ടും വീട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നോക്കി, കാണുവാനില്ല. ഇതിനിടയിൽ ആരോ തുമ്മി ഒച്ച കേട്ടുകൊണ്ട് അലീന തല കുനിച്ച് കട്ടിലിന്റെ കീഴിലേക്ക് നോക്കിയപ്പോൾ അവനവിടെ പതുങ്ങിക്കിടപ്പുണ്ട്. എഴുന്നേറ്റ് വരുവാൻ ആംഗ്യം കാട്ടിയപ്പോൾ അവനൊന്ന് മടിച്ചു. അവൾ നിർബന്ധിച്ചതോടുകൂടി കട്ടിലിന്റെ കീഴിൽ നിന്നും നുഴഞ്ഞിറങ്ങി പുറത്തേക്ക് വന്നു. അലീന അവന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മര്യാദയ്ക്ക് നിന്റെ സ്ഥലത്ത് പോയി കിടന്നു. കള്ളത്തരമൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. നിനക്ക് മാത്രം എന്താ ഇവിടെ ഇത്ര പ്രത്യേകത? തുടർന്ന് അവൾ മുഖമുയർത്തി നോക്കിയത് ആൻ്റപ്പൻ്റെ മുഖത്തേക്കായിരുന്നു. സ്വതവേ ഗൗരവക്കാരനും മുറുമുറുത്തുകൊണ്ട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നവനുമായ അൾസേഷ്യൻ നായ അലീനയുടെ ശാസനയ്ക്ക് മുമ്പിൽ വിധേയനായി നിൽക്കുന്നത് കണ്ട് ആൻ്റപ്പൻ അതിശയിച്ചുപോയി. ആൻ്റപ്പൻ ചോദിക്കുകയാണ്, ഇവൻ എവിടെ ഒളിച്ചിരുന്നു? ഈ കട്ടിലിൻ്റെ കീഴെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഈ നായ്ക്കളെ ഒന്നും പേടിയില്ലേ? ഇല്ല. കുഞ്ഞിൻ്റെ അടുത്ത് നല്ല പരിചയമുള്ളതുപോലെയാണല്ലോ ഇവിടുത്തെ നായ്ക്കളെല്ലാം. അതോ, ഇവിടുത്തെ നായ്ക്കൾ മാത്രമല്ല, എല്ലാ നായ്ക്കളും എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെയാ. പറഞ്ഞാലൊക്കെ കേൾക്കുമെങ്കിലും എനിക്കിപ്പോഴും പേടിയായി വറ്റകളെ. എപ്പോഴാ കടി കിട്ടുന്നതെന്ന് ആർക്കറിയാം? ആൻ്റപ്പൻ ഇത് പറഞ്ഞുകൊണ്ട് ആ നായയും വിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി. അലീന എഴുന്നേറ്റ് ഇടനാഴിയിലൂടെ നടന്നു. അവൾ സിറ്റ് ഔട്ടിലെത്തി. എല്ലായിടത്തും വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുകയാണ്. മുറ്റത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ ഗേറ്റിലും തൂണുകളിലും ഗോളാകൃതിയിലുള്ള മെർക്കുറി ദീപങ്ങൾ. അതൊക്കെ കണ്ടിട്ട് അലീന മനസ്സിൽ പറയുകയാണ്, ഇതിൻ്റെ 4-1 ലൈറ്റുകൾ മതിയാവും എല്ലായിടത്തും വെളിച്ചം കിട്ടാൻ. വെറുതെ കരണ്ട് ചിലവാക്കുകയാണ്. ആ കറണ്ട് ചാർജിൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ദിവസേന 5 അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ധാരാളിത്തം തന്നെയാണ് കാണുന്നത്. താൻ കുറച്ചുനാൾ ഇവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കുറവ് വരുത്തുമെന്ന് അവൾ നിശ്ചയിച്ചു. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന് അദ്ദേഹത്തിൻ്റെ പരമാധികാരത്തിൽ ആരെങ്കിലും കൈകടത്തുന്നത് ഇഷ്ടപ്പെടാൻ വഴിയൊന്നുമില്ല. സ്റ്റാൻലി ജോസഫിൻ്റെ രൂപം മനസ്സിൽ വരുമ്പോഴെല്ലാം എന്തുകൊണ്ടോ അവളുടെ ഓർമ്മയിൽ തെളിയുന്നത് പത്രത്തിൽ കണ്ടിട്ടുള്ള സദ്ദാം ഹുസൈൻ്റെ വിദൂര ഛായയാണ്. ഒപ്പം അത് തൻ്റെ അച്ഛൻ തന്നെയാണോ എന്നുള്ള സംശയവും. പക്ഷെ കടപ്പാട്ടൂരെ അച്ഛന് തെറ്റുപറ്റാൻ സാധ്യതയില്ല. എല്ലാം വളരെ വിശദമായി അന്വേഷിച്ചിട്ട് തന്നെയായിരിക്കും അച്ഛൻ എന്നെ ഇവിടേക്ക് എത്തിച്ചത്. അലീന തിരികെ ഇടനാഴിയിലേക്ക് കടന്നു. കേണൽ സാബിൻ്റെ മുറി എന്ന് പറഞ്ഞ് ആൻ്റപ്പൻ കാട്ടിക്കൊടുത്ത വാതിലിന് നേർക്ക് അവൾ നീങ്ങി. ആ വാതിലിന് മുൻപിൽ അല്പനേരം സംശയിച്ചു നിന്നു. വാതിലിൽ ഒന്ന് മുട്ടി വിളിക്കാം. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിക്കാം. അത്താഴമുണ്ടാക്കുകയോ വിളമ്പുകയോ വല്ലതും ചെയ്യണോ? ആരെയെങ്കിലും കാത്തിരിക്കണോ? അതോ വെറുതെ പോയി കിടന്ന് ഉറങ്ങണോ? സംശയം തീർക്കുവാൻ വേണ്ടി അലീന ആ വാതിലിൽ മുട്ടി. യെസ്, കമ്മിങ്. അകത്തു നിന്ന് അനുമതി ലഭിച്ചു. അലീന ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു വാതിൽ തുറന്നു. അകത്തെ കാഴ്ച കണ്ട് ഒരു നിമിഷം അവൾ അമ്പരന്ന് നിന്നുപോയി. സ്റ്റാൻലി ജോസഫ് സെറ്റിയിലിരിക്കുകയാണ്. ഇടത്തും വലത്തും 2 നായ്ക്കൾ. മുൻപിലെ ടീപ്പോയിൽ മദ്യക്കുപ്പിയും സോഡയും മദ്യം നിറച്ചു വെച്ച ഗ്ലാസും ഐസ് ക്യൂബുകളും മറ്റും. വളരെ സമൃദ്ധമായ മദ്യപാനം. മുറി നിറയെ സിഗരറ്റിൻ്റെ പുക. സ്റ്റാൻലി അവളെ കൈകാട്ടി അകത്തേക്ക് വിളിച്ചു. അലീന 2 നിമിഷം കൂടി നോക്കി നിന്നിട്ട് അകത്തേക്ക് വെച്ച കാൽ പിന്നോട്ടെടുത്തു. അവൾ വാതിലടയ്ക്കുന്നത് കണ്ടുകൊണ്ട് സ്റ്റാൻലി അവളുടെ പേര് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. സ്റ്റാൻലി അടഞ്ഞ വാതിലിന് നേർക്ക് അല്പനിമിഷം നോക്കി നിന്നിട്ട് തിരികെ സെറ്റിയിലേക്ക് വീണ്ടും ഇരുന്നു. അലീന തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന മുറിയിലേക്ക് എത്തി. ഈ റിട്ടയർഡ് കേണൽ ഒരു കുടിയനും കൂടിയാണ് എന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇവിടെ തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നവൾ സങ്കല്പിച്ചു നോക്കി. കുറച്ച് പരിചാരകർ, ഒപ്പം ഒരു കൂട്ടം നായ്ക്കൾ, കുടിയനും പരുക്കനുമായ ഒരു എക്സ് മിലിറ്ററിക്കാരൻ, അവർക്കിടയിൽ ചിറകരിഞ്ഞു കളഞ്ഞ ഒരു പക്ഷിയെപ്പോലെ ഞാനും. തെല്ലൊരു വിഷാദഭാവത്തിൽ അലീന ചിന്തയിൽ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം. അലീന സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. സ്റ്റാൻലി ജോസഫ് വാതിലിനപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വലിയ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അവൾ കണ്ടു. ഞാൻ വിളിച്ചിട്ട് കേൾക്കാതെ തിരിച്ചു പോന്നു അല്ലേ? അവിടെ ഇരുന്ന് കുടിക്കുന്നത് കണ്ടിട്ടാ ഞാനിങ്ങി പോന്നത്. ഞാൻ മദ്യപിക്കും. അതിന് സമയപരിധിയൊന്നുമില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മദ്യപിക്കും. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. ആർമിയിലായിരിക്കുമ്പോഴും മദ്യപിക്കുമായിരുന്നു. അത് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നുമില്ല. എൻ്റെ ആഹാരപാനീയങ്ങളുടെ ഒരു ഭാഗമാണ് മദ്യം.
മധുരം പോലെ, ഉപ്പ് പോലെ, എരിവ് പോലെ. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ അലീനയുടെ മുറിയിലേക്ക് കയറി. അലീന വാതിലിനരികെ തന്നെ നിൽക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, വീടും ചുറ്റുപാടുകളുമൊക്കെ കണ്ടു തീർത്തോ? ആ, കണ്ടു. എങ്ങനെയുണ്ട് ഈ വീടും അതിൻ്റെ ലാൻഡ്സ്കേപ്പുമൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇല്ല. സ്റ്റാൻലി ആശ്ചര്യത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടില്ല? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അവൾ പിന്നെ മിണ്ടിയില്ല. നമ്മൾ ഇവിടെ ഇത്രയും പേർ മാത്രമേ ഉള്ളൂ. ആൻറ്റപ്പൻ, ഡ്രൈവർ ബൈജു, കുക്കു പൗലോസ്, ഗാർഡനർ കം സ്കാവഞ്ചർ തങ്കപ്പൻ, ഞാൻ, പിന്നെ ഇന്നു മുതൽ അലീനയും. അലീന അവരെയൊക്കെ പരിചയപ്പെട്ടോ? ആൻറ്റപ്പൻ ചേട്ടനെയും ബൈജു ചേട്ടനെയും പൗലോസ് ചേട്ടനെയും പരിചയപ്പെട്ടു. അവരെ ചേട്ട എന്ന് വിളിച്ച് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേര് വിളിച്ചാലും മതി. അവർ ഭൃത്യന്മാരാണ്, സെർവൻസ്. ഞാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അലീന, ഞാനും ഒരു വീട്ടിൽ സെർവൻ്റ് ആയിരുന്നു. അവിടുത്തെ കുട്ടികൾ അലീന ചേച്ചി എന്നാണ് എന്നെ വിളിച്ചത്. അവരെന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതിന് സ്റ്റാൻലിയുടെ മറുപടി, ബാലചന്ദ്രമേനോൻ എന്നോട് പറഞ്ഞത് അലീന അവിടെ ഒരു വേലക്കാരിയെപ്പോലെ ആയിരുന്നില്ല എന്നാണ്. അവരാരും നിനക്ക് അന്യരുമായിരുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ആ, ആയിക്കോട്ടെ. പ്രായം കൂടിയവരെ ഞാൻ ബഹുമാനിക്കും. അത് വേലക്കാരായിരുന്നാലും പിച്ചക്കാരായിരുന്നാലും. ബ്രിജിത്ത മമ്മി ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പണത്തെ ഒട്ടും ബഹുമാനിക്കരുത് എന്നും ബ്രിജിത്ത മമ്മി പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി അത് കേട്ട് ചെറുതായൊന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ ഒരു സെർവൻ്റ് അല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടത് പറഞ്ഞത്. എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ആരാണ് എന്ന്. കടപ്പാട്ടൂരെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. ഇവിടുത്തെ ജോലിക്കാർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. അറിയായിരുന്നെങ്കിൽ അവരെന്നോട് ചോദിക്കുമായിരുന്നില്ലല്ലോ. അവരെന്തു ചോദിച്ചു? ഞാൻ ആരാണ്, എവിടുന്ന് വരുന്നു, ഈ വീടുമായി എന്തു ബന്ധം എന്നെല്ലാം. എനിക്ക് നിശ്ചയം പോരെന്ന് ഞാൻ പറഞ്ഞു. ജനിച്ച അന്നു മുതൽ 23 വർഷക്കാലം ഒരു അനാഥാലയത്തിലാണ് ജീവിച്ചത്. കുറച്ചുകാലം ഒരു വീട്ടുവേലക്കാരിയായും ജോലി നോക്കിയിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞു. സ്റ്റാൻലിയുടെ മുഖത്ത് ഗൗരവം മുറുകി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അല്ല, അതല്ലേ സത്യം. മറിച്ച് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എന്നോട് ആരും പറഞ്ഞതൊന്നുമില്ല. ആദ്യം വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് യജമാനത്തിയായി അംഗീകരിക്കപ്പെട്ടാൽ അതിലൊരു അഭിമാനവും സന്തോഷവുമുണ്ട്. അതിനു പകരം ആദ്യം യജമാനത്തിയായി സ്വയം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് വേലക്കാരിയായി തരം താഴ്ത്തപ്പെട്ടാലോ? പിന്നെ തല ഉയർത്താൻ പറ്റൂ എനിക്ക്? ഓ വെൽ, നീ പറഞ്ഞത് ശരിയാണ് അലീന, അതിലൊരു തെറ്റുമില്ല. സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവം മെല്ലെ അയയുവാൻ തുടങ്ങി. ഞാൻ ആരോടും പറഞ്ഞില്ല നീ ആരാണെന്ന്. മനഃപൂർവ്വം പറയാത്തതാണ്. എനിക്ക് വേണ്ടത്ര സാവകാശം കിട്ടിയില്ല. ബാലചന്ദ്രമേനോൻ എനിക്ക് എല്ലാം കൂടി 9 ദിവസമാണ് അനുവദിച്ചത്. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു വരുന്നതേ ഉള്ളൂ. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ അതിനേക്കാൾ എത്രയോ ഇരട്ടി സമയം എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഞാനിനി ഫേസ് ചെയ്യേണ്ട ധർമ്മസങ്കടങ്ങളുടെ ഭാഗമാണ്. നീ അറിയേണ്ട കാര്യമല്ല. എനിവേ, നീ എൻ്റെ മകളാണ്. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞു. അലീനയുടെ ഹൃദയത്തിൽ ഒരു വേലിയേറ്റമുണ്ടായെങ്കിലും അവൾ അതിനെ പ്രതിരോധിച്ചു നിന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പൊതുവെ സ്ത്രീകൾക്ക് മദ്യപാനികളോടും പുകവലിക്കാരോടും അനിഷ്ടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇത് രണ്ടും എൻ്റെ സ്വകാര്യ സുഖങ്ങളാണ്. അതിന് അലീനയുടെ മറുപടി, ഈ 2 കാര്യങ്ങളിലും കൈ കടത്തരുത് എന്ന് പച്ചയായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ? അലീന പറഞ്ഞത് കേട്ട് സ്റ്റാൻലി ജോസഫ് പൊട്ടിച്ചിരിച്ചു. മുറിക്കക തലയടിച്ച ചിരി കേട്ടുകൊണ്ട് ആൻറ്റപ്പൻ വാതിക്കലേക്ക് ഓടി വന്ന് നോക്കി. സ്റ്റാൻലിയുടെ ചിരി പെട്ടെന്ന് നിലച്ചു. എന്താടൂ? ഒന്നുമില്ല. ആൻറ്റപ്പൻ പിൻവലിഞ്ഞു. സ്റ്റാൻലി വീണ്ടും അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, അലീനയ്ക്ക് വേണ്ട ഡ്രസ്സെല്ലാം ഞാൻ അലമാരയ്ക്കുള്ളിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാം. ഞാൻ കണ്ടു. ഒരു 10-25 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയേക്കും. അതിനകം ഞാൻ തടിച്ചു വീർത്തിരിക്കണം. ഓ, അപ്പോൾ വലിപ്പക്കൂടുതലുണ്ട് അല്ലേ? അത് സാരമില്ല, ആൻറ്റപ്പനോട് പറഞ്ഞാൽ മതി. അളവനുസരിച്ച് മാറ്റി വാങ്ങിക്കൊണ്ട് തരും. എന്നിട്ട് വീണ്ടും അയാൾ അലീനയോട് ചോദിക്കുകയാണ്, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇത് പറഞ്ഞുകൊണ്ട് അയാൾ വാച്ചിലേക്ക് നോക്കി. സമയമായി, വന്നോളൂ. ഉത്തരവിട്ട ശേഷം അയാൾ വാതിലിന് നേർക്ക് നടന്നു പോകുന്നു നോക്കി അലീന അല്പനിമിഷം നിന്നു. സ്റ്റാൻലി വാതിൽ കടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അലീന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു കാര്യം 2 തവണ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, അതെനിക്കിഷ്ടമല്ല. ഉടനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള അലീനയുടെ മറുപടി, എത്ര തവണ പറഞ്ഞാലും വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ പോരെ? സ്റ്റാൻലി അത് പ്രതീക്ഷിച്ചില്ല. അയാൾ ചോദിക്കുകയാണ്, അപ്പോൾ വിശപ്പില്ലേ? ഇന്നലെ വരെ 9:30-ക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നിവിടെ വെച്ച് 8 മണിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ വയറു വിശക്കുവോ? അതിനിവിടുത്തെ ചിട്ടകളൊക്കെ പഠിക്കുവാൻ കുറച്ച് സമയമൊക്കെ വേണ്ടി വരില്ലേ? ഓക്കെ, അത് വളരെ ശരിയാണ്. എന്നാൽ പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞു വരാം. അപ്പോൾ വീണ്ടും അലീന, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാരണം ഇവിടുത്തെ ചിട്ടയൊന്നും തെറ്റിക്കണ്ട. ഞാൻ എൻ്റെ ചിട്ടയല്ലേ മാറ്റേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ട് അലീന മുറി വിട്ടിറങ്ങി പുറത്തേക്ക് ചെന്നു. അവൾ ഡൈനിങ് ഹാളിലെത്തി.
ചൂടുള്ള സ്വാദേറിയ വിഭവങ്ങൾ ഏതു നിമിഷവും വിളമ്പുവാൻ തയ്യാറായി നിൽക്കുകയാണ് പൗലോസിയേട്ടനും സഹായിയും. കത്തിയും മുള്ളും ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കുക. ഊണുമേശയിൽ ഒരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ടെന്ന് തോന്നുമായിരുന്നു. സംസാരിക്കാതിരിക്കുക, വൃത്തിയായും ചിട്ടയായും ഭക്ഷണം കഴിക്കുക, പ്ലേറ്റ് നിരക്കിയും സ്പൂണുകൾ പ്ലേറ്റിന്മേലിട്ട് തട്ടിയും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഇതെല്ലാം സ്റ്റാൻലിയുടെ ഊണുമേശയിലെ അലിഖിത ചിട്ടകളായിരുന്നു. കത്തിയും മുള്ളും നിരത്തിയ ട്രേ സ്റ്റാൻലി അലീനയുടെ മുൻപിലേക്ക് നീക്കി വെച്ചു. അപ്പോൾ അലീന, ഇത് എനിക്കറിയില്ല. പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അലീന കത്തിയും മുള്ളും കയ്യിലെടുത്തു. അപ്പോൾ സ്റ്റാൻലി, ഫോർക്ക് ലെഫ്റ്റ് ഹാൻഡ്, നൈഫ് റൈറ്റ് ഹാൻഡ്. അലീന ഒരു ചിക്കൻ പീസ് കുത്തിയെടുത്ത് അതിന്മേൽ പ്രയോഗം ആരംഭിച്ചു. കത്തിയും മുള്ളും പ്ലേറ്റിൽ തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അത് കണ്ടുകൊണ്ട് സ്റ്റാൻലി, ശബ്ദമുണ്ടാക്കരുത്. അപ്പോൾ അലീന പിറുപിറുക്കുക, കത്തിയും മുള്ളും സ്പോഞ്ചൊന്നും അല്ലല്ലോ, സ്റ്റീലല്ലേ, അപ്പോൾ ഇച്ചിരി ശബ്ദമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അലീന, എന്താ പറയുന്നേ? ശബ്ദം ഉയർത്തി പറ, എന്നല്ലേ കേൾക്കുള്ളൂ. ഇല്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് കത്തിയും മുള്ളും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് സ്റ്റാൻലി അലീനയ്ക്ക് കാണിച്ചു കൊടുത്തു. ശരിയാണ്, ശബ്ദം ഒട്ടും തന്നെയില്ല. അലീന അതുപോലെ അനുകരിച്ചു നോക്കി. ഗുസ്തിക്കിടയിൽ ചിക്കൻ പ്ലേറ്റിൽ നിന്നും തെറിച്ച് മേശപ്പുറത്തേക്ക് വീണു. അത് സ്റ്റാൻലിയുടെ പ്ലേറ്റിനടുത്ത് വരെ നിരങ്ങിപ്പോയി. അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. എന്നിട്ടും അത് അടക്കി പിടിച്ചുകൊണ്ട് ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന മട്ടിൽ സ്റ്റാൻലിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ സ്റ്റാൻലി, സാരമില്ല, വേറൊരു പീസ് എടുത്തു വെച്ചോളൂ, ട്രൈ ചെയ്യൂ വീണ്ടും. മേശപ്പുറത്തേക്ക് തെറിച്ചു വീണ ചിക്കൻ പീസിന് നേരെ അലീന കൈ നീട്ടിയപ്പോൾ അയാൾ തടഞ്ഞു. ഏയ്, വേണ്ട, അതെടുക്കണ്ട. ടേബിൾ മാനേഴ്സ് എല്ലാം പാലിക്കണം, അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അലീന ഒരു നിമിഷം അനങ്ങാതെ ഇരുന്നു. മേശപ്പുറത്ത് കിടക്കുന്ന പൊരിച്ച ചിക്കനിലേക്ക് ഒന്നുകൂടി അവൾ നോക്കി. പൊടുന്നനെ കൈ നീട്ടി പരുന്ത് റാഞ്ചുന്നതുപോലെ അവൾ ആ ചിക്കൻ പീസ് റാഞ്ചിയെടുത്തു. അപ്പോൾ തന്നെ അത് വായിലേക്ക് വെച്ച് കറുമുറ ചവച്ചു തിന്നാൻ തുടങ്ങി. സ്റ്റാൻലി ഒരമ്പരപ്പോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പറയുകയാണ്, ധിക്കാരമാണ് നീ കാണിച്ചത്. പറഞ്ഞതിന് നേരെ വിപരീതം കാണിക്കുന്നു. അനുസരണയില്ലാത്തവളാണോ നീ? ഉടൻ തന്നെ അലീനയുടെ മറുപടി എത്തി. എൻ്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു ഇറച്ചി കഷ്ണം താഴെ വീണു പോയിട്ട് ഞാൻ നിലത്ത് നിന്ന് അതെടുത്ത് മണ്ണ് ഊതിക്കളഞ്ഞ് കഴിച്ചിട്ടുണ്ട്. ഒരു കല്യാണ സദ്യക്ക് മിച്ചം വന്ന തണുത്തു കേടായി തുടങ്ങിയ ചോറും കറികളും ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കേട്ട് സ്റ്റാൻലി തരിച്ചിരുന്നു പോയി. സംസാരത്തിനിടയിൽ അലീന കൈകൊണ്ട് നല്ല ചുറുചുറുക്കോടെ ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോരോ അനാഥാലയത്തിൽ ഓരോരോ കുട്ടിയും ഇതുപോലത്തെ ചിക്കൻ പീസിന് വേണ്ടി സ്റ്റോപ്പ്, ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി, സ്റ്റാൻലി നീരസത്തോടെ പറയുകയാണ്. അലീന പിന്നെ ഒരു വാക്കും മിണ്ടിയില്ല. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും 9 മണിയായി. അലീന തൻ്റെ മുറിയിലേക്ക് പോയി. തുടർന്ന് രോഹിത് കൊടുത്ത മൊബൈൽ ഫോൺ എടുത്ത് അവൾ നോക്കി. അതിൽ ഇതുവരെ ഒരു കോളും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആരും എന്നെ ഇതുവരെയും വിളിക്കാതിരുന്നത്? അച്ഛൻ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ലേ? തന്നെ ഇവിടെ എത്തിച്ചതോടെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം തീർത്തോ? അവൾ കടപ്പാട്ടൂരെ നമ്പർ വിളിക്കാൻ ഭാവിക്കുമ്പോഴേക്കും ആൻ്റപ്പൻ വാതുക്കലെത്തി. കേണൽ സാബ് വിളിക്കുന്നു, സിറ്റൗട്ടിലുണ്ട്. അലീന എന്താണ് കാര്യമെന്ന് കയ്യാങ്യത്തിൽ ചോദിച്ചപ്പോൾ തനിക്കറിയില്ല എന്ന് ആൻ്റപ്പൻ ചുമൽ കൂച്ചി കാണിച്ചിട്ട് മടങ്ങിപ്പോയി. ആൻ്റപ്പൻ്റെ പിന്നാലെ അലീന സിറ്റൗട്ടിലേക്ക് എത്തി. മുറ്റത്തേക്കുള്ള വിളുമ്പിൽ കസേരയിലിരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. അടുത്ത് മറ്റൊരു കസേരയും പിടിച്ചിട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കൂ, അയാൾ പറഞ്ഞു. അലീന കസേരയിലിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാം. ഓ, അത് ശരി, സംസാരിക്കാനുള്ള സമയമാണോ ഇത്? അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ. അപ്പോഴേക്കും അവളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അലീന നമ്പർ നോക്കി. രോഹിത്തിൻ്റെ മൊബൈൽ നമ്പർ. അവൻ അവൾക്ക് മൊബൈൽ ഫോൺ മാത്രമല്ല സിം കാർഡ് കണക്ഷൻ കൂടി ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. അലീന അതിയായ ആഹ്ലാദത്തോടെ മൊബൈൽ ഫോൺ കാതോട് ചേർത്തു. ഹലോ അലീന ചേച്ചി. ആ വിളി കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. അലീന രോഹിത്തിനോട് ആവേശത്തോടെ പറയുക, ഞാനാടാ മോനെ ഇത്. ചേച്ചി അവിടെ എന്ത് ചെയ്യുക? വെറുതെ ഇരിക്കുന്നു. അച്ഛൻ അവിടെ എത്തിയോ മോനെ? ഓ എത്തി, ഇവിടെ എല്ലാവരും ഉണ്ട്, മനുവേട്ടനും ഉണ്ട്, പോയിട്ടില്ല. അലീന ചേച്ചി പോയതോടെ ഈ വീട് ആകെപ്പാടെ ഉറങ്ങിയ പോലെ ആയിപ്പോയി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമോ? നന്നായി. ഇത് രാജ്യം വേറെയാ മോനെ. ഇവിടെ പട്ടാള ഭരണമാണ്. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് വർഷത്തിലൊരു ലീവ് കിട്ടുന്ന കാര്യം സംശയമാണ്. അലീന ഇത് പറയുന്നതിനിടയിൽ സ്റ്റാൻലി ജോസഫിൻ്റെ നേർക്കൊന്ന് പാളി നോക്കി. അനങ്ങാപ്പാറ പോലിരിക്കുകയാണ് സ്റ്റാൻലി അത് കേട്ടുകൊണ്ട്. അലീന മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മോനെ, നീ എറണാകുളത്ത് വിളിച്ച് മാമച്ചനങ്കിളിനോടും ആൻറ്റിയോടും രേവതിക്കുട്ടിയോടും എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. രേവതിക്കുട്ടിയെ ഞാൻ നാളെ വിളിക്കാമെന്ന് കൂടി പറയണം. അപ്പോൾ വിശേഷങ്ങളെല്ലാം വിശദമായി പറയാമെന്ന് അവളെ ഒന്ന് അറിയിച്ചേക്കണേ. മറുവശത്ത് ഊണുമേശയ്ക്ക് ചുറ്റുമിരിക്കുകയാണ് രോഹിത്, ബബിത, കൃഷ്ണജ, മനുശങ്കർ, ബാലചന്ദ്രമേനോൻ എന്നിവർ.
രോഹിത്തിന്റെ സംഭാഷണം കഴിഞ്ഞപ്പോൾ അലീനയുടെ നിർദ്ദേശം വന്നു, ഇനി ബബിതയ്ക്ക്. രോഹിത് മനസ്സില്ലാ മനസ്സോടെ ഫോൺ ബബിതയ്ക്ക് കൈമാറി. ബബിത ഉടൻ തന്നെ ഫോണുമായിട്ട് അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ മനുശങ്കർ, നീ അവിടെ ഇരിക്ക്, എങ്ങോട്ടാ എഴുന്നേറ്റ് പോന്നേ? എനിക്ക് തനിച്ച് സംസാരിക്കണം. ആഹാ, അതെന്താ മറ്റാർക്കുമില്ലാത്തൊരു കൺസെഷൻ നിനക്ക് മാത്രം? പക്ഷെ മനുശങ്കറിന്റെ ചോദ്യമൊന്നും ശ്രദ്ധിക്കാതെ ബബിത മൊബൈൽ ഫോൺ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും എഴുന്നേറ്റ് അപ്പുറത്തേക്ക് നടന്നുപോയി. അപ്പോൾ അത് കണ്ടുകൊണ്ട് കൃഷ്ണജ പറയുകയാ, അത് പഠിച്ച കള്ളിയല്ലേ മനുവേട്ടാ. അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ വേറെ ആരും കാണരുത്. അവൾക്ക് സങ്കടം വന്നിട്ട് ഒച്ച പതറിപ്പോയാൽ അതാരും കേൾക്കരുത്. അവൾ ഇത്തിരി ചക്രവർത്തമാനം പറഞ്ഞാൽ അതാരും അറിയരുത്. അല്ലെങ്കിൽ നോക്ക്, നമ്മളെല്ലാവരും ഒച്ചയിൽ സംസാരിക്കും. ബബിതേച്ചി കണ്ടോ കിന്നാരം പറയണത് പോലെ ഒച്ച താഴ്ത്തി പതുക്കെ സംസാരിക്കുന്നത്? കൃഷ്ണജി അത് പറഞ്ഞത് അല്പം ദേഷ്യത്തിലും കുശുമ്പിലുമാണെന്ന് മനുശങ്കറിന് മനസ്സിലായി. മനുശങ്കർ പറയുകയാണ്, നിന്നെ സമ്മതിച്ചിരിക്കുന്നടി. ബബിതയുടെ മനസ്സിനകത്ത് തുറന്നു കയറുന്നുണ്ടല്ലോ നീ എന്തായാലും. അത് കേട്ടുകൊണ്ട് കസേരയിൽ ഒന്ന് ഞെളിഞ്ഞിരുന്നു കൊണ്ട് കൃഷ്ണജ പറയുകയാണ്, എനിക്കറിയാം ഓരോരുത്തരുടെയും കള്ളത്തരങ്ങൾ, ഞാൻ മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ടുകൊണ്ട് രോഹിത് അവളുടെ തല പിടിച്ച് താഴ്ത്തിയിട്ട് പറയുകയാ, അത്രയ്ക്കങ്ങോട്ട് മോള് പൊങ്ങണ്ട. ഈ സംഭാഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബബിത ഫോൺ കൊണ്ടുവന്ന് കൃഷ്ണജയുടെ കയ്യിൽ കൊടുത്തു. അടുത്ത ഊഴം നിന്റേതാണ്, എന്നാ സംസാരിക്ക്. ഈ സമയത്ത് ബബിതയുടെ മുഖത്ത് ഒരു നവോന്മേഷം ലഭിച്ചതുപോലെ തുടുത്തുലർന്നിരിക്കുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു പാട്ടിന്റെ പല്ലവി പോലെ ഇത് ഉച്ചരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി കയ്യും വീശി കാട്ടിയിട്ട് അവൾ ഉല്ലാസഭരിതയായി അവളുടെ മുറിയിലേക്ക് പോയി. അത് കണ്ടുകൊണ്ട് രോഹിത് പറയുകയാണ്, മൊത്തം വീക്കായിരുന്ന ആളാണ്, അലീന ചേച്ചി ചാർജ് കയറ്റിയതിന്റെ തിമിർപ്പാ ഇപ്പൊ ഈ കണ്ടത്. കൃഷ്ണത്തെ സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ മനുശങ്കറിനെ ഏൽപ്പിച്ചു. അവൻ എഴുന്നേറ്റ് മാറി നിന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ജാള്യം അനുവദിക്കുന്നില്ല. അവൻ സംസാരിക്കുമ്പോൾ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ സ്വരത്തിലും ഭാവത്തിലും സ്വകാര്യതയുടെ ഒരു പരിവേഷം വന്നണയുന്നത് ബാലചന്ദ്ര മേനോൻ ശ്രദ്ധിച്ചു. ഹൃദയത്തോട് സംസാരിക്കുമ്പോഴുള്ള ഒരു നിഗൂഢ ആനന്ദമുണ്ടായിരുന്നു അതിൽ. മനുശങ്കർ ചോദിക്കുകയാണ്, നിനക്കവിടെ ഇഷ്ടപ്പെട്ടോടി? അതൊന്നും പറയാറായിട്ടില്ല. എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ? പരിചയപ്പെട്ടു വരുന്നതല്ലേ ഉള്ളൂ. താമസിക്കുന്ന സ്ഥലമൊക്കെ തരക്കേടില്ല എന്ന് പറയാം. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഞാൻ പിന്നെ വിളിക്കാം. അപ്പോൾ എല്ലാം വിശദമായിട്ട് പറയണം കേട്ടോ. ശരി മനുവേട്ട. അല്ല, മനുവേട്ടൻ എന്താ പോകാതിരുന്നത്? നിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിന്നതല്ലേ? വീട്ടിൽ പോയില്ലേ? ഇല്ല. പോകണ്ടേ? ഞാൻ വീട്ടിൽ പോകാൻ വന്നതല്ലല്ലോ, ഒരാളെ യാത്ര അയക്കാൻ വന്നതല്ലേ. അല്പനേരത്തെ മൗനത്തിന് ശേഷം അലീന ചോദിക്കുകയാണ്, അച്ഛന് ഒന്ന് കൊടുക്കുവോ? അതിനെന്താ, കൊടുക്കാലോ, ദൈവവിടിരിപ്പുണ്ട്. അതിനു മുമ്പ് ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. 2 നിമിഷത്തിനുള്ളിൽ അലീന ബാലചന്ദ്രമേനോന്റെ സ്വരം കേട്ടു. ക്യൂവിൻ്റെ ഏറ്റവും പിന്നിലാണ് അച്ഛൻ്റെ സ്ഥാനം അല്ലേ? അതൊരു ശിക്ഷയാണ്. എന്തിന്? അവിടെ ചെന്ന ഉടനെ അച്ഛൻ എന്നെ വിളിച്ചില്ലല്ലോ. അത് ശരി, അപ്പോൾ പരിഭവിച്ചിട്ടാണ്. അല്ലച്ചാ, അച്ഛനല്ലേ ഏറ്റവും ക്ഷമയുള്ളയാള്. അച്ഛനോട് എനിക്ക് കൂടുതൽ സംസാരിക്കണം, അതുകൊണ്ടാണ് ഏറ്റവും അവസാനമാക്കിയത്. പറ, പുതിയ താവളവുമായിട്ട് നീ ഇണങ്ങിയോ? ഇണങ്ങാനൊക്കെ ഇത്തിരി സമയം പിടിക്കുവച്ചാ. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചതിൽ അച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഈ ചോദ്യം ബാലചന്ദ്രമേനോനോട് ചോദിച്ചിട്ട് സ്റ്റാൻലി ജോസഫിനെ അവൾ ഒന്ന് പാളി നോക്കി. അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു. അപ്പോൾ ബാലചന്ദ്രന്റെ മറുചോദ്യം, മോൾക്കെന്താണ് ഒരു സംശയം? എന്തോ എനിക്കൊരു വല്ലായ്മ പോലെ. എനിക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് പോരണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുക. ഇവിടുത്തെ രാജകുമാരിയാകുന്നതിനേക്കാളും എനിക്കിഷ്ടം അവിടുത്തെ വേലക്കാരിയാകുന്നതായിരുന്നു. ഇത് പറഞ്ഞിട്ട് വീണ്ടും അലീന സ്റ്റാൻലി ജോസഫിനെ ഒന്നുകൂടി നോക്കി. അയാൾ ലൈറ്റർ തെളിയിച്ച് സിഗരറ്റ് കത്തിക്കുകയാണ്. വീണ്ടും ബാലചന്ദ്രന്റെ ശബ്ദം, സാരമില്ല മോളെ, എല്ലാം ശരിയായിക്കോളും. പിന്നെ അച്ഛാ, ഞാനിങ്ങി പോന്നു വെച്ച് അച്ഛൻ മരുന്നൊന്നും മുടക്കിയേക്കരുതേ. അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം, മരുന്ന് കൃത്യസമയത്ത് തന്നെ കഴിക്കണേ. ഞാൻ കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛന് ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നറിയാലോ. അമ്മ വരുമ്പോൾ വഴക്കിനൊന്നും നിൽക്കണ്ട. ഇനി എന്നെ പേടിക്കണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ സിഗരറ്റ് വലി തുടങ്ങിയേക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മദ്യപാനവും. അതുകൊണ്ട് സുഖത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണെന്ന് അച്ഛൻ ഓർക്കണം പ്രത്യേകം. ഇത് പറയുമ്പോഴും അവൾ സ്റ്റാൻലി ജോസഫിനെ ഒന്നുകൂടി നോക്കി. സ്റ്റാൻലിയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരിയുണ്ടോ എന്ന് അലീനയ്ക്കൊരു സംശയം. പലതരത്തിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയും അനേക കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുമൊക്കെയായി നീണ്ടുപോയ സംഭാഷണം ഒടുവിൽ നിലച്ചു. അലീന ഫോൺ ഓഫ് ചെയ്തു. ഉടനെ സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, അലീനയ്ക്ക് ബാലചന്ദ്രമേനോനെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? അതെ. തുടർന്നൊരു തെല്ലു വാശി പോലെ അലീന പറയുകയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതെൻ്റെ സ്വന്തം അച്ഛനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. സംഭാഷണം കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ വീണ്ടും അലീന, അച്ഛനായാൽ അങ്ങനെ വേണം. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു അച്ഛനെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല.
ആ, മേനോൻ എന്നോട് പറഞ്ഞു നിന്നെ സ്വന്തം മകളെ പോലെയാ നോക്കിയിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അയാളോട് നിനക്ക് ഇത്രയും സ്നേഹവും കടപ്പാടും ഒക്കെ വേണം. ഇതൊന്നും ഒട്ടും കൂടുതലല്ല. ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് എഴുന്നേറ്റു. അയാൾ വാച്ചിൽ നോക്കി. എന്നിട്ട് പറയുകയാണ്, പോയി കിടന്നോളൂ, ഉറങ്ങണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൻ്റപ്പനെ. എനിക്കൊരാവശ്യവും വരില്ല. ആ എങ്കിൽ ഓക്കെ, ഗുഡ് നൈറ്റ്. സ്റ്റാൻലി ജോസഫ് നീണ്ട വരാന്തയിൽ കൂടി നടന്നു നീങ്ങി. അലീന ഏതാനും നിമിഷം കൂടി അവിടെ നിന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. ലൈറ്റ് അണച്ച് കിടക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു പേടി. വാതിൽ ശരിക്കും അടച്ചോ? അകത്ത് കള്ളന്മാർ കയറി ഒളിച്ചിരിപ്പുണ്ടോ? അലീന കട്ടിലിന് കീഴിലും അലമാരക്കോണിലും ബാത്റൂമിലും ഒക്കെ നോക്കി. വാതിൽ ശരിക്കും അടച്ചു. ഒരു ചെറിയ ലൈറ്റ് അത് കെടുത്തിയില്ല. അവൾ കിടക്കയിൽ വന്ന് കിടന്നു. ശരീരത്തിൻ്റെ പാതിയും താണു പോകുന്ന പതുപതുത്ത കിടക്ക. പക്ഷെ ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. കട്ടിലിന് കുറുകെ കിടന്നു. തലയണ തള്ളിക്കളഞ്ഞു. തവള ഇരിക്കുന്ന ആകൃതിയിൽ കമിഴ്ന്ന് കിടന്നു നോക്കി. ഇല്ല, രക്ഷയില്ല. സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അലീന ഒടുവിൽ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അവൾ തന്നോട് തന്നെ മന്ത്രിക്കുകയാണ്, അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയാൽ ഇങ്ങനെ ഇരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് സോഫയിൽ പോയി കിടന്നു. എന്നിട്ടും ഉറക്കം വരുന്നില്ല. അലീനയ്ക്ക് സങ്കടവും ദേഷ്യവും വല്ലാതെ വർദ്ധിക്കുവാൻ തുടങ്ങി. മഴത്തോരു മുൻപേ എന്ന മനോഹരമായ ഈ പരമ്പരയിൽ വരുന്ന ഓരോ എപ്പിസോഡുകളും അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൻ്റെ വിവരണം പോലും നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാനും ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.